സുഗമാദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇതുവരെ നന്ദൻ വിചാരിച്ചിരുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ്. നന്ദന് ബോധ്യപ്പെടുന്ന ഒരു എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. അതും പ്രകാശ് മേനോൻ കാരനാണ് നന്ദൻ സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്നത്. എന്തായാലും അരുന്ധതിയോട് CP പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നമുക്ക് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യണം, ഋഷിമോനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ എന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട്, വേണ്ട CP, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയുമ്പം എന്നാൽ നമുക്ക് CM-നെ കണ്ട് പരാതി ബോധിപ്പിക്കാം, ഇല്ലെങ്കിൽ ഋഷിമോൻ എന്തെങ്കിലും സംഭവിച്ചെങ്കിലോ എന്ന് പറയുമ്പം ഈ അരുന്ധതി പറയുന്നുണ്ട്, ഇല്ല CP, എൻ്റെ മകനൊന്നും സംഭവിച്ചിട്ടില്ല, എൻ്റെ മകൻ ജീവനോടെ ഉണ്ടെന്ന്. അന്നേരം ഈ CP ചോദിക്കുന്നുണ്ട്, മേഡം എന്താ ഇങ്ങനെ പറയണേ, മേഡത്തിന് നല്ല കോൺഫിഡൻസ് ഉള്ള പോലെ ആളെ പറയണേ, ഋഷിമോൻ എവിടെയാണ് ഉള്ളതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം അരുന്ധതി എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ ഒന്ന് സംശയിക്കുന്നുണ്ടെങ്കിലും പിന്നീട് CP പറയുന്നുണ്ട്, മേഡം എന്താണെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞു എന്ന് പറയുമ്പം അത് CP, ഞാൻ പറയുന്ന കാര്യങ്ങൾ നമ്മളല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല, ഋഷി ദേവികയുടെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഉള്ളത്. അന്നേരം ഈ CP ചോദിക്കുന്നുണ്ട്, അതെന്തിനാ ദേവിക ഋഷിയെ കസ്റ്റഡിയിൽ വെച്ചേക്കണേന്ന് ചോദിക്കുമ്പം അത് വേറെ ഒന്നിനും അല്ല, നന്ദനെ അവർക്ക് തിരിച്ചു കൊടുത്താലേ അവർ ഋഷിനെ തിരിച്ചു തരുള്ളൂ, ഇതുവരെയും ഋഷിക്ക് ആപത്തൊന്നുമില്ല, അതെങ്ങനെയാണ് മേഡം നമുക്ക് ഉറപ്പിക്കാൻ പറ്റണേന്ന് ചോദിക്കുമ്പം എന്നെ ഋഷി കുറച്ച് മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ഋഷിമോൻ എന്താ പറഞ്ഞേ മേഡം, ഋഷിമോൻ ഇപ്പോൾ എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല CP, വിളിച്ചെങ്കിലും അധികം സംസാരിക്കാനൊന്നും പറ്റിയില്ല, അവനെന്നെ അമ്മയെന്ന് ഇങ്ങനെ വിളിച്ചോളൂ, അപ്പോഴേക്കും ആരോ വന്ന് അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയെടുത്തു എന്ന് പറയുമ്പോൾ അത് ആരാ മേഡം എന്ന് ചോദിക്കുമ്പം അതെങ്ങനെ ഞാൻ അറിയാനാ, എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ അത് മിക്കവാറും എസ്തപ്പാനായിരിക്കും, അതെങ്ങനെ മേഡത്തിന് അറിയാമെന്ന് ചോദിക്കുമ്പം അത് വേറൊന്നും അല്ല CP, ഇപ്പോൾ ഋഷി ദേവികയുടെ കസ്റ്റഡിയിലാണ് ഉള്ളതെന്ന്. അത് കേട്ടതും CP ചോദിക്കുന്നുണ്ട്, നേരാണോ മേഡം ഈ പറയണേ, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല, എന്തായാലും മേഡം എന്നിട്ടും അനങ്ങാതിരിക്കണേ, എന്താ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്താൽ ദേവികയുടെ ഇന്ന് നമുക്ക് ഋഷിയെ മോചിപ്പിക്കാൻ പാടില്ല എന്ന് ചോദിക്കുമ്പം ഒരിക്കലും അത് നടക്കില്ല CP, നന്ദനെ തിരിച്ചു കൊടുക്കാതെ നമുക്ക് ഋഷിയെ കിട്ടില്ല എന്ന്. ആ സമയം CP പറയുന്നുണ്ട്, നന്ദനെ നമ്മൾ എങ്ങനെ കൊടുക്കാനാ മേഡം, അതിന് നന്ദൻ നമ്മളുടെ കയ്യിലല്ലല്ലോ എന്ന് പറയുമ്പം അതൊക്കെ നമുക്കല്ലേ അറിയുള്ളൂ, എന്തായാലും ആ ഇസബെല്ലയും കെവിനും അറിയാതെ നന്ദനൊന്നും സംഭവിച്ചിട്ടില്ല, എത്രയും പെട്ടെന്ന് ഇസബെല്ലേനോടും കെവിനോടും നന്ദനെ എന്നെ ഏൽപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നന്ദനെ ദേവികയ്ക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ദേവിക നമുക്ക് ഋഷിയെ വിട്ടുതരും, ഋഷിക്ക് ഒരു ആപത്തും പറ്റിയിട്ടില്ല CP എന്ന്. അത് കേട്ടതും CP പറയുന്നുണ്ട്, ഇപ്പോഴേ എനിക്കൊരു സമാധാനമായ മേഡം, ഞാൻ ഇത്രയും ദിവസം ആകെ ടെൻഷനിലായിരുന്നു, മേഡത്തോട് പറഞ്ഞില്ല എന്നുള്ളൂ, ഇനി ഋഷിമോൻ എന്തെങ്കിലും അപകടം സംഭവിച്ചോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ ഒരു ഭയം ഉണ്ടായിരുന്നു, എന്തായാലും ദേവിക നല്ലവള, അതുകൊണ്ട് അവൾ ഒരിക്കലും ഋഷിയുടെ ജീവൻ എടുക്കാനൊന്നും നിൽക്കൂല, ഇപ്പം സത്യങ്ങളെല്ലാം ദേവികയ്ക്ക് അറിയോ വേണമെന്ന് ചോദിക്കുമ്പം CP, സത്യങ്ങളെല്ലാം ദേവിക അറിഞ്ഞിട്ട് എന്നെ കാണാൻ വന്നത്, ഇനിയിപ്പോൾ നമ്മളൊന്നും മൂടി വെച്ചിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാ സത്യങ്ങളും ദേവികയോട് തുറന്നു പറഞ്ഞു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കെവിനെയാണ്. കെവിനാണെങ്കിൽ എസ്തപ്പാൻ്റെ വീടിൻ്റെ എല്ലാ റൂമും കയറി ഇറങ്ങി നോക്കുന്നുണ്ട്. അങ്ങനെ റൂമുകളിൽ നോക്കി ചെല്ലുമ്പോൾ ഒരു റൂമിൽ ചെന്നതും അവിടെ നന്ദൻ്റെ ഡ്രസ്സ് കിടക്കണം കാണുന്നുണ്ട്. വേഗം കെവിൻ ചെന്ന് നന്ദൻ്റെ ഒരു ടീഷർട്ട് എടുത്തിങ്ങനെ നോക്കിയിട്ട് മനസ്സിൽ പറയുന്നുണ്ട്, ഇത് നന്ദൻ്റെ ഡ്രസ്സാലോ, അപ്പം നന്ദൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏലിയാമ്മച്ചി അങ്ങോട്ട് വരുന്നുണ്ട്. ഏലിയാമ്മച്ചി വന്നതും ഈ കെവിനാണെങ്കിൽ നന്ദൻ്റെ ബനീനും കൈ പിടിച്ചുകൊണ്ട് നിൽക്കണയാണ് കാണുന്നത്. ആ സമയത്ത് ഏലിയാമ്മച്ചി ചോദിക്കുന്നുണ്ട്, മോൻ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പം അല്ല, ഞാൻ ഈ വീടൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നതാന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഏലിയാമ്മച്ചിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, ഇവൻ നന്ദനെ തിരഞ്ഞു വന്നതാണെന്നും നന്ദൻ്റെ ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് സംശയമായിട്ടുണ്ടെന്നും. അങ്ങനെ ഏലിയാമ്മച്ചി ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് കെവിൻ ചോദിക്കുന്നുണ്ട്, ഏലിയാമ്മച്ചിയുടെ മോൻ്റെ ആണോ ഈ ഡ്രസ്സൊക്കെ എന്ന് ചോദിക്കുമ്പം അല്ല, അത് നന്ദമോൻ്റെ ഡ്രസ്സാണ്, നന്ദൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചതും കുറേ ദിവസങ്ങൾക്ക് മുമ്പ് നന്ദനും ദേവികമോളും 2 ദിവസം ഇവിടെ താമസിക്കാൻ വന്നിരുന്നു, അന്നിവിടെ മറന്നു വെച്ചിട്ട് പോയതാ, എന്താ കെവിൻ മോനെ പ്രശ്നം എന്ന് ചോദിക്കണം. ആ സമയത്ത് ഈ കെവിനാണെങ്കിൽ ഇങ്ങനെ ആകെ ഒരു ഡൗട്ടിൽ ഈ ഏലിയാമ്മച്ചിയെ നോക്കുന്നുണ്ട്. എന്നിട്ട് കെവിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, കുറച്ച് ദിവസം മുമ്പ് നന്ദനും ദേവികയും ഒരു കാരണവശാലും ഇവിടെ ഒന്ന് താമസിച്ചിട്ടുണ്ടാവില്ല, അന്ന് അവർ തമ്മിൽ പ്രശ്നമായിട്ട് നിൽക്കുമല്ലായിരുന്നോ, പിന്നെ എങ്ങനെയാണ് അവർ ഒരുമിച്ച് ഇവിടെ വന്ന് താമസിക്കണേ, എന്തായാലും നന്ദൻ ഇവിടെ തന്നെ കാണും, ഇവർ നന്ദനെ ഇവിടെ രഹസ്യമായിട്ട് താമസിപ്പിച്ചേക്കുമായിരിക്കും, അത് കണ്ടുപിടിച്ചിട്ട് ഞാനിനി തിരിച്ചു പോകുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതേ സമയം ഏലിയാമ്മച്ചി ആണെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഈ എസ്തപ്പാൻ വരുന്നുണ്ടോ എന്ന് നോക്കുമ്പം എസ്തപ്പാനാണെങ്കിൽ ഈ കെവിൻ വന്ന കാറിൻ്റെ ടയറിൻ്റെ കാറ്റൊക്കെ കുത്തിയിടുന്നുണ്ട്. അത് കണ്ടതും ഏലിയാമ്മച്ചിക്ക് നല്ല സന്തോഷമായിട്ട് ഏലിയാമ്മച്ചി പറയുന്നുണ്ട്, അതേതായാലും നന്നായിട്ട് എസ്തപ്പാനെ, ഇനി അവൻ പോണേ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണണമല്ലോ എന്ന്. അങ്ങനെ എസ്തപ്പാൻ അകത്തേക്ക് കയറി വരുമ്പം ഈ കെവിനാണെങ്കിൽ എസ്തപ്പാൻ്റെ കയ്യിലേക്ക് നോക്കുന്നുണ്ട്. അന്നേരം എസ്തപ്പാൻ്റെ കയ്യിൽ അങ്ങനെ പ്രത്യേകിച്ച് കവറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് കാണുമ്പോൾ തന്നെ ഈ കെവിനൊരു സംശയമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും കെവിൻ അവിടെ തന്നെ ഇരിക്കണ്ട കേട്ടോ. പിന്നീട് ഈ ഏലിയാമ്മച്ചി ചായ കൊണ്ടുപോയി കൊടുത്തതും കെവിൻ ചായ കുടിച്ചിട്ട് പോകാനിറങ്ങുമ്പം എസ്തപ്പാൻ ചോദിക്കുന്നുണ്ട്,
കെവിൻ എന്താ ഇപ്പം തന്നെ പോവുകയാണോന്ന് ചോദിക്കുമ്പം എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ടെന്ന് പറയുന്ന സമയത്ത് ഏലിയാമ്മച്ചി പറയുന്നുണ്ട് അതെന്ത് പോക്കാൻ മോനെ ഈ പോണത്, നന്ദമോനും ദേവിക മോളും വന്നിട്ടുണ്ടെങ്കിൽ 2 ദിവസമെങ്കിലും ഇവിടെ താമസിച്ചിട്ടേ പോകാറുള്ളൂ, അതുകൊണ്ട് മോനെ ഞങ്ങൾ 2 ദിവസം താമസിച്ചിട്ടേ വിടുകയുള്ളൂ. ആ സമയം കെവിനും പറയുന്നുണ്ട് അതൊന്നും ശരിയാവില്ല, എനിക്കിപ്പോൾ തന്നെ പോകണമെന്ന് പറഞ്ഞതും ഈ ഏലിയാമ്മച്ചി ആണെങ്കിൽ ഈ കെവിനെ വിടാനുള്ള പാവമൊന്നുമില്ല, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മോനെന്നും പറഞ്ഞ് ഇങ്ങനെ വട്ടം നിൽക്കുമ്പം എസ്തപ്പാൻ വന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും കെവിൻ ഇവിടെ നിൽക്കുക, അത് ഏലിയാമ്മച്ചിയുടെ ആഗ്രഹമല്ലേ എന്ന് ചോദിക്കുമ്പം കെവിൻ പറയുന്നുണ്ട് നിങ്ങൾ എന്താ ഈ പറയണേ, ഞാനിവിടെ താമസിക്കാനോ, എനിക്ക് പോയിട്ട് അത്യാവശ്യം ഉണ്ടെന്ന് പറയുമ്പം ഇത്ര അത്യാവശ്യമുള്ള ആൾ എന്തിനാടാ ഇങ്ങോട്ട് വന്നത്, നീ നന്ദമോൻ ഇവിടെ ഉണ്ടോയെന്ന് അന്വേഷിച്ച് വന്നതല്ലേടാ, ഞങ്ങൾക്കറിയാം നീയൊക്കെ കൂടിയാ നന്ദമോനെ കടത്തിക്കൊണ്ട് പോയേക്കണേന്നും പറഞ്ഞുകൊണ്ട് ഈ കെവിൻ്റെ നേരെ തിരിഞ്ഞതും കെവിന് മനസ്സിലാവുന്നുണ്ട് ഇവർ എന്നെ ട്രാപ്പിലാക്കാൻ പോണേന്ന്. അങ്ങനെ കെവിൻ ഞാൻ പോകാമെന്ന് പറഞ്ഞ് വേഗം ചാടി പുറത്തിറങ്ങിയതും എസ്തപ്പാൻ ചോദിക്കുന്നുണ്ട് നീ എങ്ങനെ പോകാനാന്ന് ചോദിക്കുമ്പം ഞാനിപ്പോൾ കാറിനല്ലേ വന്നേ, കാറിന് തന്നെ പോകുമെന്ന് പറഞ്ഞതും ഏലിയാമ്മച്ചാണെങ്കിൽ നല്ലോണം കിടന്ന് ചിരിക്കുന്നുണ്ട്. അപ്പം ഈ കെവിന് സംശയമാവുന്നുണ്ട് ഇവരെന്തിനാ ഇങ്ങനെ ചിരിക്കണേന്ന് വിചാരിച്ച് നോക്കുമ്പം നീ നോക്കുമൊന്നും വേണ്ടടാ, കാറിൻ്റെ എല്ലാ ടയറും എസ്തപ്പാൻ കാറ്റഴിച്ച് വിട്ടിട്ടുണ്ട്, ഇനി നിനക്ക് ഇവിടുന്ന് പോകാനൊന്നും പറ്റില്ല, ഇനി നീ അങ്ങനെ പോകണമെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കണം, എന്തായാലും ഞങ്ങളോട് ചോദിച്ചിട്ടല്ലല്ലോ നീ ഇങ്ങോട്ട് വന്നത്, പക്ഷേ തിരിച്ചു പോകണമെങ്കിൽ ഞങ്ങളുടെ അനുവാദം വേണമെന്ന്. അങ്ങനെ ഈ എസ്തപ്പാനും ഏലിയാമ്മച്ചിയും കൂടെ ചേർന്നിട്ട് ഈ കെവിനെ പിടിച്ചു വലിച്ച് പെരയിലേക്ക് കയറ്റുന്നുണ്ട്. അന്നേരം കെവിൻ പറയുന്നുണ്ട് നിങ്ങൾ എന്താ ഈ കാണിക്കണം, എന്നെ വിടുന്നു പറഞ്ഞതും നിന്നെ അങ്ങനെ വിടാൻ പറ്റില്ലടാ, ദേവിക മോള് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നീ ഇവിടെ വന്നാൽ 2 ദിവസം ഇവിടെ താമസിപ്പിച്ചിട്ടേ വിടാവുള്ളൂ എന്ന്, അതുകൊണ്ട് നീ അകത്തേക്ക് കയറടാന്നും പറഞ്ഞ് ഈ കെവിനെ പിടിച്ചു വലിച്ച് റൂമിലേക്ക് ഇട്ട് അടയ്ക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദൻ്റെ അടുത്തേക്ക് പ്രകാശ് മേനോൻ വന്നേക്കാണ്. പ്രകാശ് മേനോനെ കണ്ടതും നന്ദൻ പറയുന്നുണ്ട് എന്തിനാ പ്രകാശ് നീ എന്നെ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്, എന്നെ ഒന്ന് പറഞ്ഞു വിട്, വീട്ടിലെ അമ്മയും ദേവി എന്നെ കാണാതെ ആകെ സങ്കടപ്പെട്ടിരിക്കുമായിരിക്കും എന്ന് പറയുമ്പം പ്രകാശ് മേനോൻ പറയുന്നുണ്ട് നിനക്ക് ഇവിടെ ഏകാന്ത തടവായതുകൊണ്ടല്ലേ സങ്കടം, നിനക്ക് മിണ്ടി പറയാൻ ആരും ഇല്ല എന്നുള്ള വിഷമമല്ലേ, അത് ഞാൻ ഇന്നത്തോടുകൂടി തീർത്ത് തരാം, നിനക്ക് മിണ്ടി പറയാനായിട്ട് ഞാനിപ്പോൾ തന്നെ ഒരാളെ കൊണ്ടു തരാം. ആ സമയം നന്ദ പറയുന്നുണ്ട് എനിക്കങ്ങനെ ആരുടെയും കൂട്ടൊന്നും വേണ്ട, എന്നെ ഒന്ന് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാൽ മതി, നീ എന്തിനാ എന്നെ ഇങ്ങനെ തടവിൽ വച്ചേക്കണേ, നീ എന്ത് ലക്ഷ്യം കണ്ടിട്ടുണ്ടെങ്കിലും അതൊന്നും നടക്കാൻ പോണില്ല, ദയവ് ചെയ്ത് എന്നെ പറഞ്ഞു വിടണമെന്ന് പറയുമ്പം അതല്ലേടാ ഞാൻ പറഞ്ഞത്, നിനക്ക് കൂട്ടിനുള്ള ഒരാൾ ഇപ്പം തന്നെ വരുന്നു. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഗുണ്ടകൾ ഋഷീനെ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ഋഷിയുടെ തല വഴി ഒരു തുണിയൊക്കെ ഇട്ട് മൂട്ടിക്കൊണ്ടാണ് വരുന്നത്. എന്നിട്ട് പ്രകാശ് മേനോൻ ഋഷിയെ കണ്ടതും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നിനക്ക് കൂട്ടിനുള്ള ആളിപ്പോൾ തന്നെ വരുന്നതേ വന്നേക്കണു. ആ സമയം ഈ നന്ദനാണെങ്കിൽ ഇത് ആരാന്ന് മനസ്സിലാവാതെ ഇങ്ങനെ നോക്കുമ്പം പ്രകാശ് മേനോൻ പറയുന്നുണ്ട് നിനക്കൊരു സർപ്രൈസും കൂടിയുണ്ട് ഇതിനകത്ത്, എന്തായാലും നിനക്ക് ആളെ അറിയാൻ പറ്റും, നീ അറിയണ ആൾ തന്നെയാണ്, പേടിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് 2 പേർക്കും ഇനി പരസ്പരം വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയെന്ന്. എന്നിട്ട് ഗുണ്ടകളോട് പറയുന്നുണ്ട് അവൻ്റെ മുഖത്തെ ആ തുണി എടുത്ത് മാറ്റുന്നു. അങ്ങനെ മുഖത്തെ തുണി എടുത്ത് മാറ്റിയതും നന്ദൻ കാണുന്നത് ഋഷീനെയാണ്. ഋഷീനെ കാണുമ്പോൾ നന്ദനാണെങ്കിൽ ആകെ പേടിച്ചു പോകുന്നുണ്ട്. എന്നിട്ട് ഋഷി നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ ഈ പ്രകാശ് മേനോൻ പറയുന്നുണ്ട് ഇത് ഋഷിയുടെ പ്രേതമൊന്നും അല്ലടാ, ഇത് ശരിക്കും ഋഷി തന്നെയാണ്. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട് അല്ല ഇത് ഇവൻ്റെ പ്രേതം തന്നെയാണെന്ന് പറയുമ്പോൾ പ്രേതമാണെങ്കിൽ നീ ഒന്ന് തൊട്ട് നോക്കടാ അല്ലെങ്കിൽ അവനോട് ചോദിക്കുന്നു പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് അപ്പം നിന്നെ ഞാൻ കൊന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഋഷിയാണെങ്കിൽ ഒന്നും മിണ്ടണില്ല. ആ സമയത്ത് പ്രകാശ് മേനോൻ പറയുന്നുണ്ട് നീ എന്താടാ ഋഷി ഒന്നും മിണ്ടാതെ നിൽക്കണേ, നിന്നോടല്ലേ നന്ദൻ ചോദിക്കുന്നത്, മറുപടി പറയടാന്ന് പറഞ്ഞതും ഋഷി പറയുന്നുണ്ട് അത് നന്ദ നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ മരിച്ചിട്ടൊന്നുമില്ലായിരുന്നു, പിന്നെ എല്ലാവരും ചേർന്ന് നിന്നെ കുഴിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞതോന്ന് ചോദിക്കുമ്പം അത് ഇസബല്ലയും കെവിനും ചേർന്ന് നിന്നെ ചതിച്ചതാണ്. അത് കേട്ടതും നന്ദനാണെങ്കിൽ ദേഷ്യത്തോടു കൂടി എഴുന്നേറ്റ് വന്നിട്ട് ഋഷിയുടെ ഷർട്ടിൻ്റെ കോളറിന് കുത്തിപ്പിടിച്ചിട്ട് എടാ നീയൊക്കെ കൂടി എൻ്റെ ജീവിതം തൊലയ്ക്കുമായിരുന്നില്ല എടാ, ഇതറിഞ്ഞിട്ട് എൻ്റെ അമ്മയും ദേവിയൊക്കെ എത്ര വിഷമിച്ചു, ഞാനും എത്രയോ ദിവസം ഉറക്കമില്ലാതെ ജീവിച്ചടാ, നീയൊക്കെ എന്തിനാടാ എന്നോട് ഈ ദ്രോഹം ചെയ്തതെന്നും ചോദിച്ച് ഋഷിയെ തലങ്ങും വലങ്ങും മുഖത്തിൻ്റെ അടിക്കുന്നുണ്ട്. ആ സമയം പ്രകാശ് മേനോൻ പറയുന്നുണ്ട് എന്തായാലും നിൻ്റെ ദേഷ്യം തീരുന്ന വരെ നീ അവനെക്കിട്ട് കൊടുത്തോ, നിന്നെ ചതിച്ചവനല്ലേ അവൻ, ഇനിയിപ്പോൾ ഇവനെ നീ കൊന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല, ഒരിക്കൽ മരിച്ച് ഇവൻ പ്രേതമായതല്ലേ, ഇനിയിപ്പോൾ ഒന്നും കൂടി മരിച്ച് പ്രേതമായാലും വലിയ പ്രശ്നമൊന്നുമില്ല. ആ സമയത്ത് ഋഷി പറയുന്നുണ്ട് നന്ദ നീ എന്നോട് ക്ഷമിക്കണം, ഇതെല്ലാം പ്ലാൻ ചെയ്തത് നിൻ്റെ സുഹൃത്തുക്കളായ കെവിനും ഇസബല്ലയും ചേർന്നാണ്. അന്നേരം നന്ദൻ പറയുന്നുണ്ടില്ല ഞാനിതൊരിക്കലും വിശ്വസിക്കില്ല, കെവിനും ഇസബല്ലയും ഒരിക്കലും എന്നോട് ഇത് ചെയ്യില്ല എന്ന് പറയുമ്പോൾ നീ അവരെ വിശ്വസിക്കരുത് നന്ദ, അവർ നിന്നെ ചതിച്ചതാണ്. അത് കേട്ടതും നന്ദനാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രകാശ് മേനോൻ പറയുന്നുണ്ട് ഈ ഋഷിയെ കൊന്നു എന്നും പറഞ്ഞാൽ നീ ഇത്രയും നാളും ടെൻഷൻ അടിച്ച് നടന്നത്, ഇവരാണെങ്കിൽ പ്രേതമായിട്ട് നിൻ്റെ വീട്ടിലും പരിസരത്തൊക്കെ വന്നപ്പം നീ ശരിക്കും ഋഷി മരിച്ചു എന്ന് തന്നെ വിചാരിച്ചു, പക്ഷേ ഋഷിയും ആ ഇസബല്ലയും കെവിനും പിന്നെ ഇവൻ്റെ അമ്മ അരുന്ധതി മേഡവും കൂടി നടത്തിയ നാടകമായിരുന്നു ഇതല്ല, അതുകൊണ്ട് ഇനിയെങ്കിലും നന്ദ നീ മനസമാധാനമായിട്ട് കിടന്ന് ഉറങ്ങിക്കുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിനെയാണ്.
പ്രഭാവതി ആണെങ്കിൽ ഇങ്ങനെ ആകെ സങ്കടത്തോടു ഇരിക്കുമ്പോൾ സിദ്ധാർത്ഥം വന്നിട്ട് പറയുന്നുണ്ട്, പ്രഭേ താൻ എന്തൊരു ഇരിപ്പാണ് ഇത്, എന്തെങ്കിലും കഴിക്കുമെന്ന് പറയുമ്പം എന്തിനാ സിദ്ധുവിന് കഴിച്ചിട്ട് എൻ്റെ മകനെ കാണാതായിട്ട് എത്ര ദിവസമായി, ഇതുവരെയും അവനെക്കുറിച്ച് ഒരു വിവരമില്ല, ഇനിയിപ്പോൾ ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുമ്പം താൻ എപ്പോഴും ഇങ്ങനെ തന്നെ പറയല്ലേ ദേവിക്ക്, ഞങ്ങളെല്ലാവരും അതിനു വേണ്ടിയല്ലേ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് ഓടി നടക്കണേ, എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടെത്താൻ പറ്റുമെന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, സിദ്ധു എത്ര ദിവസമായി പറയണു നന്ദനെ ഇപ്പോൾ കണ്ടെത്തുമെന്ന്, എന്നിട്ട് ഇതുവരെയും നന്ദനെക്കുറിച്ച് ഒരു വിവരം പോലും കിട്ടിയില്ലല്ലോ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബല്ലേനെയാണ്. ഇസബല്ലയാണെങ്കിൽ കെവിനെ കാണാനിട്ട് ആകെ ടെൻഷനായേക്കാണ്. ആ എസ്തപ്പാൻ്റെ വീട്ടിലേക്ക് അന്വേഷിക്കാൻ പോയവനെ ഇതുവരെ കാണുന്നില്ലല്ലോ, ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ അവൻ എടുക്കണോ ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ട് എന്നിട്ട് വീണ്ടും ഫോൺ എടുത്ത് കെവിനെ വിളിക്കുന്നുണ്ടെങ്കിലും കെവിൻ്റെ ഫോണാണെങ്കിൽ നമ്മളുടെ എസ്തപ്പാൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് ഫോൺ ബെല്ലടിക്കുന്നുണ്ടെങ്കിലും ആരും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ഈ സമയം ഇസബല്ല മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ കെവിനും എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണോ, നന്ദനെ ഋഷിയെ കാണാനില്ല, അതിനെക്കുറിച്ച് ഇതുവരെയും ഒരു വിവരവും കിട്ടിയിട്ടില്ല, ഇനി അവർ കെവിനെയും തട്ടിക്കൊണ്ട് പോയി കാണുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കെവിനെയാണ്. കെവിനാണെങ്കിൽ റൂമിൽ കിടന്ന് എന്നെ അഴിച്ചു വിടുന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് എസ്തപ്പാൻ വന്ന് റൂം തുറന്ന് അകത്തേക്ക് കയറിയിട്ട് എന്താടാ നീ ഇവിടെ കിടന്ന് ബഹളം വെക്കണേന്ന് ചോദിക്കുമ്പം എനിക്ക് പോകണം ചേട്ടാ, എന്നെ ഒന്ന് തുറന്ന് വിടുന്നു പറഞ്ഞത്. നിനക്ക് പോകണമല്ലേടാ, നിന്നെ ആര് വിളിച്ചിട്ടാണ് നീ ഇങ്ങോട്ട് വന്നത്, നീ നന്ദമോൻ ഇവിടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി വന്നതല്ലേ, എന്തായാലും ഇനി നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണമെങ്കിൽ അതിന് ദേവിക മോള് പറയണമെന്ന്. ആ സമയത്ത് കെവിൻ ചോദിക്കുന്നുണ്ട്, അതെന്തിനാ ദേവിക പറയണേ, ഞാൻ ഒറ്റയ്ക്കല്ലേ വന്നേ, എനിക്ക് ഒറ്റയ്ക്ക് പോകാനേ അറിയാമെന്ന് പറയുമ്പം അതൊക്കെ നിനക്ക് അറിയാമെന്ന് ഞങ്ങൾക്കും അറിയാം, എന്തായാലും ആ ഋഷിയെ കൊന്നു എന്നും പറഞ്ഞ് നീയും നിൻ്റെ കൂട്ടുകാരിയും ചേർന്ന് നന്ദമോനെ ഒരുപാട് കഷ്ടപ്പെടുത്തിയില്ലേ, അതിന് പകരമായിട്ട് നീ ഇവിടെ കിടക്കുന്നത്. അത് കേട്ടതും ഈ കെവിനാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നന്ദൻ കൊന്ന കാര്യമൊക്കെ ഇയാൾക്ക് അറിയുമെന്ന്. ആ സമയത്ത് എസ്തപ്പൻ പറയുന്നുണ്ട്, നീ എന്താണ് ആലോചിക്കണേ, ജീവിച്ചിരിക്കണ ഋഷീനെ കൊന്നെന്നും പറഞ്ഞല്ലേടാ നീ നന്ദമോനെയും ചന്ദ്രോത്തുള്ളവരെയും കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നേന്ന്. അത് കേട്ടതും ഈ കെവിനാണെങ്കിൽ ഒന്നും കൂടിയും അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്, ഋഷി ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇവർക്ക് അറിയുമെന്ന് വിചാരിച്ചു. എന്നിട്ട് കെവിൻ ചോദിക്കുന്നുണ്ട്, ചേട്ടൻ എന്താ പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ എന്ന് പറയുമ്പം നിനക്കെല്ലാം ഞങ്ങൾ മനസ്സിലാക്കി തരാടാ, എല്ലാം മനസ്സിലാക്കി തന്നിട്ടാ നിന്നെ ഇവിടുന്ന് ഞങ്ങൾ പറഞ്ഞു വിടുള്ളൂ, ഋഷിയും നീയും ആ ഇസബല്ലയും ചേർന്ന് നാടകം നടത്തി നന്ദമോൻ്റെ ജീവിതം തകർക്കാൻ നോക്കിയില്ലേടാ, അതിനുള്ള തിരിച്ചടി നിനക്ക് തന്നിട്ടാ നിന്നെ ഞങ്ങൾ ഇവിടുന്ന് വിടുള്ളൂ, അതുവരെ നീ ഇവിടെ കിടക്ക്, എന്തായാലും ദേവികമോള് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരുന്നു. അത് കേട്ടതും നമ്മളുടെ കെവിനാണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഏലിയാമ്മച്ചി വന്നിട്ട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഞെട്ടി നിൽക്കുമൊന്നും വേണ്ട, സത്യങ്ങളൊക്കെ ദേവികമോളും എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, ഋഷി ജീവനോടെ ഇരിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന്. ഈ സമയത്ത് എസ്തപ്പാനാണെങ്കിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.